മീനു ആലോചിച്ചു തുടങ്ങി. എന്തു ചെയ്യണം? എങ്ങനെ ഈ ഒരവസ്ഥ മറികടക്കാൻ സാധിക്കും? ഇത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും മീനു ഏട്ടന്മാരെ കാണാം എന്ന് തീരുമാനിച്ചു. മീനു ഏട്ടന്മാരുടെ അടുത്തേക്ക് പോയി. ആ, എന്താ മോളെ? അല്ല ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, പറയേ. എന്താ, നിനക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടോ? അല്ല ഏട്ടാ, ഞങ്ങളുടെ വിവാഹം അത് പെട്ടെന്നാണല്ലോ നടന്നത്. ആ, നീ തന്നെയല്ലേ പറഞ്ഞത് പെട്ടെന്ന് വേണമെന്ന്. അതെ ഏട്ടാ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 1 വർഷമായി അല്ലേ? ആം, ആം, ആ, അതെ. അതിനിപ്പോൾ എന്താ? അല്ല ഏട്ടാ, ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിക്കുകയോ അങ്ങനെ ഒരുപാട് അടുത്തറിഞ്ഞിട്ടൊന്നും അല്ല വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതേ. അതിപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാര്യമല്ലേ, അതിനിപ്പോൾ എന്താ, ഒരു പ്രശ്നമില്ലല്ലോ. അതായത് ഏട്ടാ, ഒന്ന് അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മതി ദാമ്പത്യം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, കല്യാണം കഴിഞ്ഞില്ലേ ഇപ്പം എന്തായാലും. ഇനിയിപ്പോൾ മനസ്സിലാക്കിയ ശേഷം ജീവിച്ചു തുടച്ചാൽ മതി. അത് അതായത് ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, വിവാഹം പരസ്യമായിട്ട് ഒരു 3 വർഷത്തിന് ശേഷം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ ജീവിച്ച് തുടങ്ങാം എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ. അതുവരെ നമുക്കൊന്ന് മനസ്സിലാക്കാനും ഒന്ന് അടുത്തറിയാനൊക്കെയുള്ളൊരു സമയമായിട്ട് കൊണ്ടുപോവാം എന്ന് വിചാരിച്ചാണ് ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത്. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. വല്യേട്ടൻ തനിക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് മീനുവിനോടായി ചോദിച്ചു. അത് ഏട്ടാ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അത് ഏട്ടനോട് ഈ കാര്യം എങ്ങനെ പറയണമെന്ന് മീനുവിന് അറിയില്ലായിരുന്നു. മോളെ, നീ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ, എനിക്കൊന്നും മനസ്സിലായില്ല. അതേട്ടാ, നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ എന്തു പറഞ്ഞു? അത് മീനുവിന് ഇക്കാര്യം ഏട്ടനോട് പറയാൻ നല്ലൊരു ചമ്മലുണ്ടായിരുന്നു. ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം അത് അത് പിന്നെ അത് എന്താ മോളെ, എന്താ പ്രശ്നം? അത് ഏട്ടനോട് നീ ഒരു കാര്യം സത്യം പറയുമോ? എന്താ ഏട്ടാ അങ്ങനെ ചോദിച്ച്? അല്ല, എൻ്റെ മോള് എന്നോട് കള്ളം പറയാറില്ല എന്ന് തന്നെയാണ് ഏട്ടൻ്റെ വിശ്വാസം, അങ്ങനെയല്ലേ? അതെ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ നീ കള്ളം പറഞ്ഞിരുന്നോ? എന്താ ഏട്ടാ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ചോദിച്ചതേ ഉള്ളൂ. നീ എന്നോട് സത്യം പറ. നീ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നീ അവനെ വിവാഹം കഴിച്ചത്? അത് ഇഷ്ടമാണ് ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ പിന്നെ എന്താ ഇപ്പം നീ ഉദ്ദേശിച്ചത്? അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞങ്ങൾ അങ്ങനെ അടുത്തിടപഴകിയിട്ടോ അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിനൊരു സമയം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് സമയമൊന്നോ? എന്നാൽ പിന്നെ നീ എന്തിനാ ഇപ്പം തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞത്? നമുക്ക് 1-2 വർഷം കഴിഞ്ഞ് കല്യാണം നടത്തിയാൽ പോരായിരുന്നോ? അത് അല്ല, കല്യാണം
നടത്തിയ അത് പിന്നെ അത് പിന്നെ അല്ല, കല്യാണം എന്തായാലും നടത്തേണ്ടതാണല്ലോ. അപ്പോൾ അതിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. നിൻ്റെ ഉള്ളിൽ എന്തോ കള്ളത്തരമുണ്ട്. അതാ നിനക്ക് പറയാൻ ഈ വാക്കുകൾ കിട്ടാതിരിക്കുന്നത്. നീ ഇങ്ങനെയൊന്നുമല്ലല്ലോ. ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്ന കുട്ടിയല്ലേ നീ. പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ വലിയേട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ മീനുവിനെ പിടിച്ചു നിൽക്കാനായില്ല. നീ ഉള്ള സത്യം എന്നോട് തുറന്നു പറ. നീ എന്തിനാ ഈ വിവാഹം കഴിച്ചത്? നിനക്കവനെ ഇഷ്ടമല്ല, അതാണ് സത്യം. അവന് നിന്നെ ഇഷ്ടമല്ല. നിങ്ങൾ തമ്മിൽ യാതൊരുവിധ താല്പര്യവും ഇല്ല. ഇത് എനിക്ക് മനസ്സിലായി. ഇതല്ലേ നീ പറയാൻ വരുന്നേ? ഏട്ടാ, അങ്ങനെയല്ല. നിങ്ങൾ തമ്മിൽ യാതൊരുവിധ താല്പര്യവും ഇഷ്ടവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് ഇങ്ങനൊരു രഹസ്യ വിവാഹം നടത്തിയത്? മീനുവിന് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഏട്ടാ, അത് ചോദിച്ചതിന് മാത്രം നീ ഉത്തരം പറ. നിൻ്റെ മനസ്സിലെന്താണ്? ഈ വിവാഹം കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? മീനു അപ്പോഴും മൗനം പാലിച്ചു. നിനക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കള്ളം നീ ആലോചിക്കുകയാണോ? എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ മോൾ സത്യം പറ. എന്തിനാണ് ധൃതി പിടിച്ച് ഒരു താല്പര്യമില്ലാത്തൊരു പയ്യനുമായി നീ നിൻ്റെ വിവാഹം, അതും രഹസ്യ വിവാഹം നടത്തിയത്? എന്താണ് അതിൻ്റെ കാരണം? എനിക്കിഷ്ടമായത് കൊണ്ട് തന്നെ ഏട്ടാ. പിന്നെ നീ എന്താണ് ഇപ്പോൾ പറയുന്നത്? എന്തിനുള്ള സമയം വേണമെന്നാണോ പറയുന്നത്? അത് ഏട്ടാ, നീ ഒന്ന് വ്യക്തമായിട്ട് പറ മോളെ. എന്താണ് പ്രശ്നമെങ്കിലും അത് ഏട്ടൻ പരിഹരിക്കില്ലേ? എൻ്റെ മോക്കൊരു പ്രശ്നം വന്നാൽ അത് ഏട്ടൻ കൂടെ നിൽക്കില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏട്ടാ. ഇപ്പം പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തമ്മിൽ അത്ര താല്പര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കും അവനിലും പ്രണയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. അയ്യോ ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെയൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തിനാ നീ ധൃതി പിടിച്ച് വിവാഹം നടത്തിയത്? പറയേ, പിന്നെ എന്തിനാ നീ ധൃതി പിടിച്ച് അവനെ തന്നെ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ച് ഈ കല്യാണം നടത്തിയത്? ഏട്ടാ, അത് മീനു, കള്ളം പറയരുത് ഞാൻ എന്നോട് പറഞ്ഞു. എൻ്റെ മോള് ഇതുവരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മോള് സത്യം പറ, എന്തിനായിരുന്നു നിനക്ക് ഈ വിവാഹം? യാതൊരുവിധ താല്പര്യവും അവനോടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അയ്യോ ഏട്ടാ, താല്പര്യമില്ലാത്തതല്ല, എനിക്കവനെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഇപ്പം നീ എന്താ എന്നോട് പറയാൻ വന്നത്? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഏട്ടാ. എന്താ പിന്നെ ഉദ്ദേശിച്ചത്? ഏട്ടാ, അത് ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, എനിക്കവനെ ഇഷ്ടമാണ്. പെട്ടെന്ന് വിവാഹം, അത് പിന്നെ എൻ്റെ കല്യാണം 40 വയസ്സിൽ തന്നെ നടക്കണ്ടേ ഏട്ടാ. അപ്പോൾ പിന്നെ വിവാഹം നടത്തുക തന്നെ വേണ്ടേ? പിന്നെ അതിനുള്ളൊരു സമയമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അതാ അങ്ങനെ. അതായത് നിൻ്റെ വിവാഹം 40 വയസ്സ് തരം നടക്കണമെന്നതുകൊണ്ട് നീ അവനൊരു ഓപ്ഷനായിട്ട് കണ്ടു, അതല്ലേ സത്യം? നിന്നെ ഞങ്ങൾ വിവാഹത്തിന് നിർബന്ധിക്കാതിരിക്കാൻ, അല്ലേ? പക്ഷേ
അങ്ങനെ ഒരുത്തൻ അതിന് സമ്മതിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അതെന്താ കാരണം? അയ്യോ ഏട്ടാ, ഏട്ടൻ കരുതുന്ന പോലെ അല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ വിവാഹം പെട്ടെന്ന് നടത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഏട്ടാ. ഞങ്ങൾക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. നിൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൊരു കള്ളത്തരം ഉണ്ടാവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പെങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. നീ ഞങ്ങളോട് കള്ളത്തരം കാണിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ആ, അതെ. മീനു ഉള്ളുകൊണ്ട് നീറുകയായിരുന്നു. തൻ്റെ ഏട്ടൻ്റെ മുഖത്ത് നോക്കി ഇത്രയും കള്ളം പറയുന്നത് ഇതാദ്യമായിട്ടാണ്. വലിയേട്ടനോടുള്ള ബഹുമാനം കാരണം ഇന്ന് വരെ സത്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല.